I'm Deepa Manikar here inside my house with my mother, actually, not with anyone else, okay? And these criminals will be always creating nasty stories. And this is my house, Sahadev Mandiram, not anywhere else. Okay, I'm here with my mother actually, and these bastards will be always creating nasty stories actually. And today even my partner's name is Mukum, who is from Rajasthan, and he was these criminals are trying to make us a part, creating fake dramas actually, creating fake marriages, fake relationship, this and that actually, and my Mukum applied for OBC certificate, and he got today, and he tried to fill a form for patent officer, and he couldn't fill that form. Why? Because his age got over, this and that. Okay, after that, what I have to say is, from past 2 days this Rajamma is doing dramas actually. Like early morning from yesterday, she will be calling my mother, and I have recorded, and she will be saying that she did not receive the pension, this and that. എന്നും ഇങ്ങനെ എൻ്റെ അമ്മയെ 2 ദിവസം കൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, പെൻഷൻ കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയാണ്. എന്തുവാണെന്നറിയോ ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവർക്കൊരു ഇന്നലെ മുതൽ ഇവരിങ്ങനെ ഡ്രാമ എടുക്കുകയാണ്. ആരൊക്കെയോ ഇല്ല എൻ്റെ അടുക്കൽ വരുന്നെന്നാണ് ഡ്രാമകൾ, ഞാൻ ആരുടെ കൂടെ പോയി എന്നൊക്കെയുള്ള ഡ്രാമകൾ വരുത്താൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ തുമ്പി എന്ന് പറയുന്നവളും അവളുടെ ഒഫീഷ്യൽ നെയിമാണ് വൃന്ദയും ഒരു കഷണ്ടി ഒരവരും കൂടെ കയറി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക. പിന്നെ നമ്മുടെ ഇന്നലെ അപ്പം 9:41 ആയപ്പം എൻ്റെ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് എൻ്റെ CCTV ക്യാമറ ഹോളിലേത്. അപ്പോൾ ഹോളെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഹോളും ഈ സദാനന്ദ മന്ദിരത്തിലെ ഹോളും ഈ അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഈ വൃന്ദയെന്ന് പറയുന്ന അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വീരേന്ദ്ര സിംഗ്, അവനിപ്പം പേര് മാറ്റിയിട്ടുണ്ട്. വീരേന്ദ്ര സിംഗ് എന്ന് അടുത്ത് വരെയും ഒരു 5-6 ഇയേഴ്സിന് മുമ്പ് വരെ അവൻ വീരേന്ദ്ര സിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മുതുക്കടിച്ചപ്പോഴാണ് അവൻ്റെ പേര് മാറ്റിയത്, മനോജ് എന്ന് പറഞ്ഞുകൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ. അപ്പോൾ ഇവനിങ്ങനെ അവളുടെ അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുന്ന വീടുണ്ട്, അവിടുത്തെ ഹോളും, അപ്പോൾ എൻ്റെ വീട്ടിലെ ഹോളുമായിട്ട് ഞാൻ അവിടെയാണെങ്കിൽ ഇവളുമാർ ഇങ്ങനെ എൻ്റെ ഹോളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡ്രാമകളാണ് ഇവളുടെ ഈ സദാനന്ദ മന്ദിരത്തിലും ഇവിടെ നടക്കുന്നത്. എൻ്റെ ഹോളായിട്ടാണ് അവൾമാരുടെ ഹോള് കണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടോട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവളുടെ മോഹൻ സിംഗ് ചെല്ലുക, അല്ലെ വൃന്ദ എന്ന് പറയുന്നവളിങ്ങനെ ചെല്ലുക, പിന്നെ ഓരോരോ ആണുങ്ങൾ ഇങ്ങനെ കുറിച്ചിത്തടിയിലെ ഒരു മണി, ഇങ്ങനെ കുറേ ആണുങ്ങൾ ഇങ്ങനെ ചെല്ലുക. ഒരു SNDPയിലെ ഒരു കൃഷ്ണ ബസ് എന്ന് പറയുന്ന ഒരു ഉടമയുണ്ടായിരുന്നു, ഒരു ബസ്സുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഉടമ അവൻ ഇങ്ങനെ വരിക, SNDP ഇങ്ങനെ കുറേയൊക്കെ പേരൊക്കെ വന്ന് അവളുമായിട്ട് ഇങ്ങനെ ഈ ശ്രീലത എന്ന് പറയുന്നവളുമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ഡ്രാമകളാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഡ്രാമകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ലതയെന്ന് പറയുന്നവൾ എപ്പോഴും ഇങ്ങോട്ട് പടിഞ്ഞാറ് നോക്കി, ഞാൻ എന്തെടുക്കുന്നു, ഞാൻ ഇവിടെയാണോ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാച്ചിങ് ആണ്. അല്ലെങ്കിൽ തന്നെ നമ്മളെ വാച്ച് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറയുന്നതെല്ലാം കേൾക്കുക, നമ്മളെവിടെയാണ് പോകുന്നത്, നമ്മൾ ഒരുങ്ങുന്നത് അറിയാം, നമ്മുടെ ഫേസിൻ്റെ കളർ അറിയാം, നമ്മുടെ ഫേസ് എങ്ങനെയാണെന്നറിയാം. അങ്ങനെയെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഭയങ്കര പല പല കാര്യങ്ങളാണ് ഇവളുമാർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ രാജമ്മ ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് ഡ്രാമയാണ്. ഞാനിങ്ങനെ മന്ദിരത്തിൻ്റെ അവിടെയാണ്, അവിടെ ദീപാരാധന തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം സമയമെന്ന് പറയുന്നത് 6:45. അപ്പോൾ ഈ രാജമ്മ എന്ന് പറയുന്നവൾ 2 ദിവസമായിട്ട് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. എന്തുവാണെന്നറിയാവോ? അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് 30,000 രൂപ തരുന്നുണ്ട്. ഞാൻ ഡിവോഴ്സ്ഡാണ്, പിന്നെ ഞാൻ LLB MBA ആണ്, പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. എന്നിട്ട് ഈ ഇവന്മാർ നമ്മളെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി പല പല രീതിയിൽ ഓരോരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു ജോലി, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ച് നമ്മുടെ ജോബ് ലോസ്റ്റായി എന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തട്ടിയെടുത്ത്, അങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ് എന്നെ വെച്ച് തട്ടിയെടുത്ത് ഇവരുടെ കയ്യിലൊരു ഹ്യൂജ് എമൗണ്ട് എൻ്റെ പ്രതിയുണ്ട്. അപ്പോൾ ഇതെവിടെയോ ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഇവരെവിടെയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള പൈസകളൊക്കെ ഉണ്ട്, അതൊന്നും എന്നെ കാണിക്കാതെ ഹിഡനായിട്ടുള്ള ഇത് വരുത്തി ഇതാക്കി എവിടെയോ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഇതൊക്കെ ഇവളുമാരാണ് എൻജോയ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് എന്നെ തെണ്ടിയെ പോലെ ആക്കുക, ഇതൊക്കെയാണ് ഇവളുമാരുടെ ഇതെന്ന് പറയുന്നത്. എൻ്റെ വസ്തുവകളൊക്കെ പിടിച്ചു പറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുമാരിങ്ങനെ നടക്കുകയാണ് ജോലി. അപ്പോൾ ഇപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ ഈ രാജമ്മയെന്ന് പറയുന്നവളാണ് ഏറ്റവും നമ്പർ 1 കള്ളി.
അവൾ ഇങ്ങനെ എൻ്റെ അമ്മയെ വിളിച്ച് പറയുക ഇതുപോലെ അവൾക്ക് 88 വയസ്സായെന്ന് നിങ്ങൾ ആലോചിച്ചോണം. കുറഞ്ഞ വയസ്സൊന്നുമല്ല, 88 വയസ്സായി ആ മുതുക്കിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റേതായ ഒരു ദൈവവിചാരമോ മുതുക്കള്ളിയാണ് അവർ, മുതുക്കള്ളി. ഇവർക്ക് ഒരു ഇതുമില്ല. ക്രിമിനൽ ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അത് പട്ടട വരെ ക്രിമിനൽ ആയിരിക്കുമെന്ന്. ഇവൾ അങ്ങനത്തെ ആളാണ്.